കുടുംബശ്രീ വലിയ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. അതുമാത്രവുമല്ല, കുടുംബശ്രീ ADS-കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നു. അതിനുവേണ്ടി ഒരു വർഷത്തിൽ 23 കോടി രൂപയിലധികം നീക്കിവെച്ചിരിക്കുന്നു എന്നുള്ളത് കൂടെയാണ് കാര്യം. എനിക്കൊപ്പം കോഴിക്കോട് നിന്നുള്ള ചില കുടുംബശ്രീയിലെ ചില അംഗങ്ങൾ ചേരുന്നുണ്ട്. അവർക്ക് എത്രത്തോളം സന്തോഷമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കുടുംബശ്രീ ADS-കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നു എന്നുള്ളതാണ് കാര്യം. എന്ത് തോന്നുന്നു? സന്തോഷം. ഇതുവരെ 500 റുപ്യേന് ADS-ന് അതൊന്നും തികയില്ല. ഓട്ടോറിക്ഷ കൊടുക്കാനും ബസ്സിനും കൊടുക്കാനും അതും തികയില്ല. അപ്പോൾ 1000 ആക്കിയത് എല്ലാ കുടുംബശ്രീ ADS-മാർക്കും വളരെ സന്തോഷമാണ്. വീട്ടിലിരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പൈസ കിട്ടുമ്പോൾ വലിയ ഭയങ്കര സന്തോഷം വെച്ചാൽ ഭയങ്കര അത് കിട്ടാനും വകയില്ലല്ലോ. അതാ എല്ലാവരും ഇങ്ങനെ അവരാരെ കയ്യിൽ നിന്ന് പൈസയും കൊടുത്തല്ലേ ഈ നടക്കുന്നൊക്കെ. അപ്പൊ മുഖ്യമന്ത്രി ഒരു ഉപകാരം ചെയ്യുന്നു, അതെല്ലാവർക്കും സന്തോഷമായി. കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു, അയൽക്കൂട്ടമുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പൊ 500 രൂപ എന്നുള്ളത് 1000 രൂപയാക്കി മാറ്റുന്നത്. ഭയങ്കര സന്തോഷമാണ്. പാവങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അടുക്കളയിലുണ്ടായിരുന്ന സ്ത്രീകളാണ് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം വഴി പുറം ലോകത്തേക്ക് എത്തി അതൊരു ഭരണ സംവിധാനം തിരിക്കുന്ന രീതിയിലേക്ക് വരെ എത്തിയിട്ടുള്ളത്. ADS CDS എന്ന സംവിധാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിൽ മുഴുവൻ സമയ പ്രവർത്തകരായി നിലകൊള്ളുന്നൊരു സംവിധാനമാണത്. അതിന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് 500 രൂപയായിരുന്നു. അതിലേക്ക് 1000 ആക്കി അതിനെ വർദ്ധിപ്പിക്കുന്നതിന് വളരെയേറെ സന്തോഷമുണ്ട്. കുടുംബശ്രീ എന്നതിൻ്റെ ഒരു അഭിമാനമായിട്ട് ഞങ്ങൾ ആ സന്തോഷം അറിയിക്കും. ഇനി വണ്ടിക്കൂലിക്കൊക്കെ 500 അല്ലല്ലോ, 1000 രൂപയുണ്ടല്ലോ. കുറെ കൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി നടക്കും എന്നുകൂടെയാണ് അവർ പറയുന്നത്. സർക്കാർ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടെയാണ് പിണറായി സർക്കാർ ഇങ്ങനെയൊരു തീരുമാനം ഇന്നലെ കൈക്കൊണ്ടത്. അങ്ങനെയൊരു അറിയിപ്പ് വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. ആ സന്തോഷമാണ് അവർ പങ്കുവച്ചത്. മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.